അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 13 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെയ് 12 ഇന്നലത്തെ കളക്ഷനാണ്, തിങ്കളാഴ്ചത്തെ. ഇന്നലെ തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഇന്നലത്തെ ദിവസം ഏതൊക്കെ സിനിമയാണ് വളരെ നന്നായി ഹോൾഡ് ചെയ്തത്, നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്തെങ്കിലും കളക്ഷൻ എടുത്തു, ഇന്നലത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, കേരള 100 കോടി ക്രോസ് ചെയ്തോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ പടക്കളം സിനിമയുടെ കളക്ഷനാണ്. അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും ഒക്കെ അഭിനയിച്ചു വന്ന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകൾ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനോട് മുന്നേറുന്ന സിനിമയാണ് പടക്കളം. അപ്പോൾ പടക്കളം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 5 ദിവസമായിരിക്കുന്നു. അപ്പോൾ ഡേ 5 മൺഡേ കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള 46 ലക്ഷം രൂപ. അപ്പോൾ നല്ലൊരു ഹോൾഡ് തന്നെ ഉണ്ട്. കേരള 46 ലക്ഷം രൂപയാണ് ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. ടോട്ടൽ 5 ഡേയ്സ് കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 2,47,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 2.5 കോടിയോളം രൂപ വെറും 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ 5 ദിവസത്തെ കളക്ഷൻ നോക്കുവാണെങ്കിൽ 24 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 ദിവസം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും 2,71,00,000 രൂപയാണ് പടക്കളം കളക്ഷൻ വന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ അതും ഇറങ്ങിയിട്ട് ഏകദേശം 5 ദിവസമായിരിക്കുന്നു. അപ്പോൾ ഡേ 5 കേരള കളക്ഷൻ നോക്കുവാണെങ്കിൽ 17 ലക്ഷം രൂപ. വലിയൊരു ഡ്രോപ്പ് തന്നെയുണ്ട്. പടക്കളം സിനിമയുടെ ഒപ്പം ഇറങ്ങിയതാണെങ്കിലും ഈ സർക്കിട്ടിന് വലിയൊരു ഡ്രോപ്പാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 ഡേയ്സും കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 1,51,00,000 രൂപ. അപ്പോൾ 1.5 കോടി എന്ന് പറഞ്ഞ മാർക്ക് മറികടന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 5 ദിവസം കൊണ്ട് 13 ലക്ഷം രൂപയും, അങ്ങനെ ടോട്ടൽ 5 ദിവസം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും 1,64,00,000 രൂപയുമാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അത്ര നല്ലൊരു കളക്ഷൻ അല്ല. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം 2 കോടി റേഞ്ചിൽ ഇത് ഫൈനൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ദിലീപേട്ടൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡേ 4 ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഡേ 4 മൺഡേ കളക്ഷൻ വന്നിരിക്കുന്നത് കേരള 87 ലക്ഷം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോൾഡ് ഉണ്ട്. ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും 90 ലക്ഷത്തിനടുത്ത് കളക്ഷൻ വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇന്നലെ 5 ലക്ഷവും, ഓവർസീസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് അറൗണ്ട് ഒരു $11,000, അതായത് ഏകദേശം ഇന്ത്യൻ മണി 9 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ മാത്രം ടോട്ടൽ ഡേ 4 വേൾഡ് വൈഡ് പ്രിൻസ് ആൻഡ് ഫാമിലി കളക്ഷൻ വന്നിരിക്കുന്നത് 1,01,00,000 രൂപയാണ്. ഇനി ടോട്ടൽ 4 ദിവസത്തെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് 4 ദിവസം കൊണ്ട് 4,36,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 98 ലക്ഷവും, ഓവർസീസിൽ നിന്ന് $2,73,000, അതായത് ഏകദേശം 2,32,00,000 രൂപയുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 4 ദിവസം കൊണ്ട് 7,66,00,000 രൂപയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ സിനിമയായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തുടരും സിനിമ നോക്കാം. തുടരും സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 18 മൺഡേ കളക്ഷൻ ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്നത് 2,62,00,000 രൂപയാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നലെയും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരു സിനിമ ഇറങ്ങി അത് 95 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടും ഇപ്പോഴും അതിൻ്റെ ഒരു വർക്കിംഗ് ഡേയിൽ 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതും കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ മാർക്കറ്റിൽ നിന്നും. അപ്പോൾ ഇന്നലെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 2,62,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ മലയാളം വേർഷൻ 10 ലക്ഷവും, തമിഴ് വേർഷൻ 16 ലക്ഷവും. അപ്പോൾ തമിഴ് വേർഷന് നല്ലൊരു ഹോൾഡ് തന്നെയുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ട് 4ാമത്തെ ദിവസമായിരുന്നു തമിഴ് വേർഷൻ. അപ്പോൾ തമിഴ് വേർഷൻ ഡേ 4 16 ലക്ഷവും, പിന്നെ ഓവർസീസ് എസ്റ്റിമേറ്റഡ് അറൗണ്ട് 45K, അതായത് ഏകദേശം 38 ലക്ഷം രൂപ ഇന്ത്യൻ മണി. അപ്പം അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഇന്നലെ മാത്രം ഡേ 18 മാത്രം 3,26,00,000 രൂപയാണ് തുടരും കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം ഇതുവരെയുള്ള 18 ദിവസത്തെ തുടരത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കിയാൽ കേരളത്തിൽ നിന്ന് മാത്രം 97,57,00,000, അതായത് 97.5 കോടി മറികടന്നിരിക്കുന്നു. ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും 100 കോടി എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്ക് മൈൽ സ്റ്റോൺ ഇന്ന് തന്നെ മറികടക്കും. അപ്പം കേരളത്തിൽ നിന്ന് 100 കോടി കിടക്കുന്ന ആദ്യത്തെ സിനിമയായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മാറും. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഇതുവരെയുള്ള 18 ദിവസത്തെ എല്ലാ വേർഷനും കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ 18,08,00,000. ഓവർസീസിൽ നിന്നും ഇതുവരെ കളക്ഷൻ വന്നിരിക്കുന്നത് 10.48 മില്യൺ, അതായത് ഏകദേശം ഇന്ത്യൻ മണി 89,13,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് തുടരും സിനിമ 18 ദിവസം കൊണ്ട് 204,78,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് അറൗണ്ട് 205 കോടി ആയിരിക്കുന്നു വെറും 18 ദിവസം കൊണ്ട്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല, അതിലും എത്രയോ മുകളിലാണ്, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിന് മുകളിലാണ്.
അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കളക്ഷൻസും ബാക്കി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.